ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗറൻ. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്. അതായത് എങ്ങനെ ഒരു ഇമേജിനകത്ത് നിന്ന് അതിൻ്റെ കളറുകൾ ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഫോട്ടോ എടുത്താൽ ആ ഇമേജിനകത്ത് ചില ഭാഗത്തുള്ള ഒരു പർട്ടിക്കുലർ സെക്ഷനിലുള്ള മാത്രം കളറ് ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടാതെ തന്നെ എങ്ങനെ നമുക്ക് അത് ചേഞ്ച് ചെയ്യാം എന്ന് നോക്കാം. അങ്ങനെ ഈസി ആയിട്ടുള്ള 2-3 മെത്തേഡുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോട്ടോഷോപ്പ് 2019 വെർഷനാണ്. നിങ്ങളെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണോ അതനുസരിച്ചുള്ള വെർഷൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ പാർട്ട് കണ്ടിട്ട് വരിക. ബേസിക് ടു അഡ്വാൻസ് ലെവലാണ് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേസിക് തൊട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ ലിങ്ക് കൊടുത്തിരിക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബേസിക് തൊട്ട് പഠിച്ചു വരാം. ഓക്കെ, നമുക്ക് ആദ്യം എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഈ ഒരു ഫ്ലവറിൻ്റെ ഇമേജാണ് ഇപ്പോൾ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് ഈ ഇതളുകളിലുണ്ടല്ലോ, ഈ പൂവിൻ്റെ ഇതിൽ നമുക്ക് ആദ്യം എങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല ബേസിക് തൊട്ടേ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഇത് പെട്ടെന്ന് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത്. അല്ലാതെ അഡ്വാൻസ് ആയിട്ട് കുറച്ചധികം അറിയാവുന്നവർക്കും ഇതൊരു ഈസി ടൂളായിരിക്കും. നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു ഇമേജ് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ ലെയറിൽ പോയി ലോക്കാണോ എന്ന് നോക്കുക. ആ ലോക്ക്ഡ് ആയിരിക്കുന്ന ഇമേജിലെ ലോക്ക് നമുക്കൊന്ന് അൺലോക്ക് ചെയ്യാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെയർ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള രൂപത്തിലായി. കുറേ അധികം പഴയ വെർഷനിലൊക്കെ നമുക്ക് ഇങ്ങനെ അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനെ ലെയറിലാക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതിൽ ജസ്റ്റ് ലോക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അൺലോക്കായി. ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇമേജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ഷൻ ചെയ്യണ പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ പൊതുവേ നമ്മൾ ടൂൾസ്, ഈ ലേസോ ടൂളുകളും അല്ലെങ്കിൽ പോളിഗണുകളും ഈ മാഗ്നറ്റിക് ടൂള്, ക്വിക്ക് സെലക്ഷൻ ടൂൾസൊക്കെ ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെൻ ടൂൾസൊക്കെ ഉപയോഗിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു കളർ പാർട്ട് മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ മറ്റൊരു പുതിയ ഒരു ടൂളാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നിങ്ങൾ സെലക്റ്റിൽ പോയിട്ട് കളർ റേഞ്ചിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു സെക്കൻഡ്, അതിന് മുമ്പേ നമുക്ക് ഈ ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അതിനായിട്ട് ലെയറിൽ ക്ലിക്ക് ചെയ്ത് Ctrl+J ഒന്ന് പ്രസ് ചെയ്യുക. Ctrl+J ആകുമ്പോൾ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ വരും. ഇനി സെലക്റ്റിൽ പോവുക, കളർ റേഞ്ച് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കളർ റേഞ്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സാണ് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, നമുക്കിനി ചെയ്യേണ്ട കാര്യം ഈ വർക്ക് സ്പേസിൽ കാണുന്ന ഈ ഒരു പിക്ചറിൻ്റെ ഓരോ ഇതളുകളും നമുക്ക് സെലക്ഷൻ ചെയ്യണം. ഈ ഇതളുകളിൽ മാത്രമേ നമുക്ക് കളർ ചേഞ്ച് ചെയ്താൽ മതി. നടുക്കുള്ള ആ മുകുളത്തിലൊന്നും നമുക്ക് ചേഞ്ചിങ് വേണ്ട. അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഈ കളർ റേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് നമ്മൾ ഈ ഇതിലോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ഐ ഡ്രോപ്പർ ടൂളാണ് ഈ കാണുന്ന, ഈ കഴ്സറിൻ്റെ ഭാഗത്ത് കാണുന്ന ഐ ഡ്രോപ്പർ ടൂൾ. നമ്മളിത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ആ സെലക്റ്റഡ് ഭാഗത്ത് ഒരു വൈറ്റ് ഷൈറ്റ് കാണുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസീനെസ് 0 വെക്കുക. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഭാഗത്ത് എവിടെ കൊണ്ട് സെലക്ട് ചെയ്താലും അവിടെ ജസ്റ്റ് ഒരു ഡോട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ 3 സെലക്ഷൻ ചെയ്തു, 3 ഡോട്ട് വന്നു. നമുക്കിങ്ങനെ സെലക്ഷൻ ചെയ്താൽ ശരിയാകത്തില്ല. നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം? ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കണം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമുക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ സെലക്ഷൻ ചെയ്യുക. ഓക്കെ, നമുക്ക് വേണ്ട ഭാഗത്ത് ഇതുപോലെ മൗസ് മൂവ് ചെയ്ത് സെലക്ഷൻ ചെയ്യുക. കണ്ടോ, കറക്റ്റായിട്ട് സെലക്ഷൻ കയറി വരുന്നുണ്ടോ? മാക്സിമം നല്ല ടൈം എടുത്ത് നിങ്ങൾ എല്ലാ ഇതളിൻ്റെയും എഡ്ജിൽ എത്തുന്നവരെയും സമയമെടുത്ത് തന്നെ സെലക്ഷൻ ചെയ്യുക. ഇൻ കേസ് ഇങ്ങനെ സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെലക്ഷൻ മാറി പുറത്തോട്ട് പോയി എന്ത് ചെയ്യും? അപ്പോൾ അതിന് ഇവിടെ കുറച്ച് ടൂൾസ് അവൈലബിൾ ആണ്. നമ്മൾ ഈ ഐ ഡ്രോപ്പർ ടൂളിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്തൊരു ടൂളുണ്ട് ആഡ് ടു സാമ്പിൾ. അതിൻ്റെ തൊട്ടടുത്തുണ്ട് സബ്ട്രാക്റ്റ് ഫ്രം സാമ്പിൾ. ആഡ് ടു സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സെലക്ഷൻ ചെയ്തതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ
ഈ സെലക്ഷൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത് ഈ മൈനസ് അല്ലെങ്കിൽ സബ്ട്രാക്ട് ഫ്രം സാമ്പിൾ എന്ന ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും അഡീഷണലായിട്ട് സെലക്റ്റഡ് ആയി പോയെങ്കിൽ അത് ഈ ടൂൾ ഉപയോഗിച്ച് അത് നമുക്ക് റിമൂവ് ചെയ്ത് കണ്ടോ, ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കിലോട്ട് വലിയുന്നത് കണ്ടോ, അത് ആ സെലക്റ്റഡ് ആയിട്ടുള്ള പകരം അൺസെലക്റ്റഡ് ആയി വരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടൂളിൻ്റെ ഉപയോഗം അതാണ്. നമ്മൾ ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐഡ്രോപ്പറിട്ട് സെലക്ട് ചെയ്യാൻ പോകരുത്, എന്നാൽ പുതുതായിട്ട് ഒന്നും കൂടെ സെലക്ഷൻ ആയി പോകും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങൾ ഈ പ്ലസ് ഐഡ്രോപ്പർ പ്ലസ് ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഭാഗങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൗസ് വെച്ച് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സെലക്റ്റഡ് ആയിക്കോളും. കണ്ടല്ലോ അല്ലേ, സെലക്ഷൻ ആവുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ടൈം എടുത്ത് ചെയ്താൽ മതി. നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യുക. സൂം ചെയ്ത് വെച്ച് ചെയ്യുക. കൺട്രോളും പ്ലസും പ്രസ് ചെയ്ത് സൂം ചെയ്ത് തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇത് സെലക്ഷൻ നമുക്കൊന്ന് ക്വാളിറ്റി ആക്കി വരുത്തണം. അതിനായിട്ട് ക്വാളിറ്റി ആക്കാനായിട്ട് ഈ ഫസീനസ് എന്ന് പറയുന്ന ഈ ഒരു ആരോ ഞാൻ നീക്കി വെച്ചിരിക്കുന്നില്ലേ 0-ൽ, നമുക്കത് കുറച്ചൊന്ന് മൂവ് ചെയ്ത് ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിഷ് വരാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ട് തന്നെ നിൽക്കണം. എന്നാൽ നടുക്കത്തെ സെലക്ഷൻ നല്ല രീതിയിൽ വൈറ്റ് ആയിട്ട് നിൽക്കണം. ഓക്കെ, ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഓക്കെ കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തൊരു സെലക്ഷൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ സെലക്ഷൻ ചെയ്താൽ അതിനെ ഒന്ന് മാസ്ക് ചെയ്ത് വെക്കാറുണ്ടല്ലേ. നമുക്ക് മാസ്ക് ചെയ്യാം. അതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന മൂന്നാമത്തെ ഈ ഒരു ടൂളാണ് മാസ്കിങ്, ആഡ് ലെയർ മാസ്ക്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മാസ്കിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലെയർ മാസ്കിങ് ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് താഴത്തേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ മാസ്ക് ചെയ്ത ആ ഒരു ഭാഗം. ഓക്കെ, നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് ഇതിന് കളർ ചേഞ്ചിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഏറ്റവും താഴെ 3-4 ടൂൾസ് കാണുന്നുണ്ടല്ലോ, ആ ടൂൾസിൽ ഈ ഒരു ടൂളുണ്ട്. അതായത് ഇതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്നാണ് പറയുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഹ്യൂ ഓർ സാച്ചുറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, തൊട്ട് മുമ്പ് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെലക്ട് ചെയ്ത ലെയറിൻ്റെ തൊട്ട് മുകളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഹ്യൂ സാച്ചുറേഷൻ പറഞ്ഞ ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഈ ഹ്യൂവിൻ്റെ ഇവിടെ ഒരു എന്താണ് വോളിയം ലെവൽ പോലെ ഒരു കീ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ സാച്ചുറേഷൻ അങ്ങനെ ഒരു കീ ഉണ്ട്, ലൈറ്റ്നെസ്സിനും കീ ഉണ്ട്. ഓരോന്നിൻ്റെ ഉപയോഗം നമുക്ക് നോക്കാം. അത് ഹ്യൂവിൻ്റെ നോക്കാം. ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കൂട്ടുന്തോറും കറക്റ്റ് ആ പൂവിൻ്റെ ഇതളിൻ്റെ കളർ മാറുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇതളിൻ്റെ കളർ മാറുന്നതിനോടൊപ്പം തന്നെ എന്തും സംഭവിക്കുന്നു, നടുക്ക് ആ മുകുളം ഉണ്ടല്ലോ, ആ നടുക്കുള്ള പാർട്ടിൻ്റെ കളർ മാറുന്നുണ്ട്. നമുക്കത് മാറാൻ പാടില്ല. നമ്മൾ സെലക്ട് ചെയ്തത് ഇതള് മാത്രമാണ്. അപ്പോൾ ഇതളിലെ കളർ മാത്രം മാറിയാൽ മതി. അങ്ങനെ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. നിലവിൽ ഇതിൻ്റെ ഒറിജിനൽ ഇതളിൻ്റെ കളർ മഞ്ഞയാണ്, നമ്മൾ ആദ്യം നോക്കിയതാണല്ലേ. അത് ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റവും താഴെ നമ്മൾ ആദ്യം പൂവിൻ്റെ മാസ്ക് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ലെയർ ഉണ്ടല്ലോ, ആ പൂവിൻ്റെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നേരത്തെ ഇരുന്നത്. ഞാൻ ഈ മാസ്ക് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു ഭാഗത്തേക്ക് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ കണ്ടില്ലേ, ഒരു സ്ക്വയർ ബോക്സ് പോലെ ആ സെലക്ഷനിലേക്ക് വന്നു. ആ സെലക്ഷൻ നമ്മൾ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, മുകളിൽ ഹ്യൂ ഓർ സാച്ചുറേഷനിലേക്ക് ഡ്രാഗ് ചെയ്തു ഞാൻ. റീപ്ലേസ് ലെയർ മാസ്ക്, അതായത് ലെയർ മാസ്ക് ഹ്യൂ ഓർ സാച്ചുറേഷൻ്റെ കൂടെ ആഡ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുക. നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ് എസ് കൊടുത്താൽ ഇനി നമ്മൾ ഇതിനകത്ത് ഏത് രീതിയിൽ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കിയാലും നമുക്ക് ഇതളിൽ മാത്രമേ കളർ ചേഞ്ച് ആകത്തുള്ളൂ. അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിൽ മാത്രമേ നമുക്കിനി കളർ ചേഞ്ച് ആകത്തുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് അല്ലേ. വളരെ ചെറിയ 1-2 ടൂളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. വലിയ ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. സെലക്ഷനും വളരെ സിമ്പിളായിരുന്നു. ഐഡ്രോപ്പറേറ്റൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യാൻ നല്ല രസമാണ്. നിങ്ങൾ ഒരുപാട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ ഇതിൽ നമുക്ക് 1-2 ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. ഈ ഇതളിന് ശ്രദ്ധിച്ചാണെങ്കിൽ അറ്റത്ത് ചെറിയ രീതിയിൽ നമുക്കിതിനകത്ത് ഒരു മോഡിഫിക്കേഷൻ വരുത്താനുണ്ടല്ലോ. ഇവിടെ ആദ്യത്തെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് സെലക്റ്റഡ് ആയിരുന്നില്ല. അതെന്ത് ചെയ്യാം നമുക്ക് നോക്കാം. നമ്മൾ ഈ ലെയറിൽ സെലക്ട് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള പൂവുണ്ടല്ലോ, അപ്പോൾ ആ പൂവിൻ്റെ
ഭാഗം സെലക്ട് ചെയ്തിരിക്കുന്ന ആ മാസ്കിൽ തന്നെ കഴ്സർ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രഷ് ടൂൾ സെലക്ഷൻ ചെയ്യുക. ഫോർഗ്രൗണ്ടിനകത്ത് വൈറ്റ് എടുക്കുക. എന്നിട്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുക. ഇത് മാസ്കിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. മാസ്കിങ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന എപ്പിസോഡിലേ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ബ്രഷ് ടൂൾ എടുത്ത് വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഇമേജിൻ്റെ മുകളിൽ, അതിൻ്റെ ഇമേജിൻ്റെ അടിയിൽ അതിൻ്റെ റിയൽ ഇമേജ് ഉണ്ട്. അതുകൊണ്ടാണ് ആ മാസ്കിങ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈറ്റ് എടുത്ത് ഇങ്ങനെ ഡ്രോ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തുള്ള എല്ലാം മാസ്ക് ചെയ്ത് പോവും എന്നുള്ളതാണ്. ഓക്കെ, നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെയിൻ എവിടെയെങ്കിലുമൊക്കെ മാറി അവിടെ എവിടെയൊക്കെ ചെറിയ രീതിയിൽ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി ഈ ഒരു മെത്തേഡ് ബ്രഷ് ടൂൾ എടുക്കുക, വൈറ്റ് കളർ സെലക്ട് ചെയ്യുക, ആ മാസ്കിൻ്റെ പുറത്തൂടെ ഒന്ന് ഡ്രോ ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ റിയൽ കളർ കിട്ടും. ഓക്കെ, വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സിമ്പിൾ ടൂൾ ഉപയോഗിച്ച് നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് മാക്രോയെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നമുക്കിനി ഇതുപോലെ 1-2 മെത്തേഡുകൾ നോക്കാം. അടുത്തൊരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. അതിന് മുമ്പ് ഈ ഒരു ഇമേജ് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇത് നമുക്ക് ആദ്യം എങ്ങനെ വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം ലെയറിൽ പോയിട്ട് ഞാൻ ആ ലോക്ക് ഒന്ന് അൺലോക്ക് ചെയ്തു. ഓക്കെ, ഇമേജ് സെലക്ട് ചെയ്യുക. ഇമേജിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ഏറ്റവും താഴേക്ക് പോകുമ്പോൾ റീപ്ലേസ് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫോട്ടോഷോപ്പിലെ എല്ലാ വെർഷനിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ആദ്യം ഈ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുമ്പോൾ HDR ടോണിങ് വരെ കാണിക്കത്തുള്ളൂ. താഴോട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഹൈഡാ നിൽക്കും. അങ്ങനെ ഹൈഡാ നിൽക്കുവാണെങ്കിൽ ആ ലെയറിൽ പോവുക, എന്നിട്ട് അവിടെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അല്ലെങ്കിൽ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+J അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റാസ്റ്റർ ലെയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. എനിക്കിപ്പോൾ റാസ്റ്റർ ലെയറിൻ്റെ ആവശ്യമില്ല, ഞാൻ ലേറ്റസ്റ്റ് വെർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. കുറച്ച് ഓൾഡർ വെർഷനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ റാസ്റ്ററൈസ് ലെയറിലേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഓപ്ഷൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിലവിൽ ഡയറക്റ്റ് പോവാണ്. ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ റീപ്ലേസ് കളർ കൊടുക്കുമ്പോൾ തന്നെ ആദ്യം ഇങ്ങനെ ഒരു രൂപത്തിലിരിക്കും. അപ്പോൾ നമ്മൾ ഫസീനസ് പൊതുവേ ആദ്യം നേരത്തെ ചെയ്ത ഫസീനസ് ഏറ്റവും കുറച്ച് വെച്ചാണ് ചെയ്തത്. ഇത് കുറച്ച് എളുപ്പം എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. റീപ്ലേസ് കളർ മോഡിലാണ് എടുക്കുന്നതെങ്കിൽ ഫസീനസ് കുറച്ച് കൂട്ടി വയ്ക്കുക. ടീഷർട്ടിൻ്റെ ഭാഗം നമുക്കൊന്ന് വൈറ്റ് ചെയ്ത് കിട്ടണം, അതാണ് വേണ്ടത്. ടീഷർട്ടാണ് നമ്മൾ കളർ ചേഞ്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ടീഷർട്ടിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു 1 ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ചെയ്യേണ്ടത് ഹ്യൂ സാച്ചുറേഷൻ ഒന്ന് കളർ ചേഞ്ച് ചെയ്യുക. ഓക്കെ, ഹ്യൂ സാച്ചുറേഷൻ കളർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അറിയാം ഇവിടെ സെലക്റ്റഡ് ആയിട്ടില്ല. ഐ ഡ്രോപ്പർ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു, അവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. കുറച്ച് മാറി നമുക്കൊന്ന് പ്രസ് ചെയ്യാം. കറക്റ്റ് കളറിങ് വന്നിട്ടുണ്ട്, പക്ഷേ ഫേസിലൊക്കെ കളറിങ് ആയിപ്പോയി. നമുക്കൊന്ന് ഓക്കെ, ഇപ്പോൾ കറക്റ്റായി അല്ലേ? കറക്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് കിട്ടും. പ്രസ് ചെയ്യുക. ടീഷർട്ടിൽ 2 തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടീഷർട്ടിൽ കറക്റ്റ് കളറായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹ്യൂ സാച്ചുറേഷനിൽ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്തെടുക്കാം. സാച്ചുറേഷൻ കൗണ്ട് കൂട്ടാം, സാച്ചുറേഷൻ കൗണ്ട് കുറയ്ക്കാം, ലൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്കിനി വേറൊരു ഇമേജും കൂടെ നോക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോകാം. വേറൊരു ഇമേജും കൂടെ നോക്കാം. ഓക്കെ, സേവ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. സേവേഴ്സ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് ആണ് വേണ്ട ഫയൽ നെയിം, ആ ഫയൽ നെയിം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ PSD-യിലാണ്. JPG-യിലാകുമ്പോൾ JPG സേവ് കൊടുക്കുന്നു. മാക്സിമത്തിലായിരിക്കും. ഓക്കെ കൊടുക്കുന്നു. നേരെ ഡെസ്ക്ടോപ്പിൽ പോവുക. നമ്മൾ ആ ചെയ്ത ഫയൽ കിട്ടും. ഒട്ടും ക്ലാരിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല. നല്ല ക്വാളിറ്റി
നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നമുക്ക് ഇമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ഇമേജും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിക്കാം. നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ഇമേജ് നോക്കാം. ഇത് വേറൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതൊക്കെ കുറച്ചുകൂടി സിമ്പിൾ മെത്തേഡായിരുന്നു, കളർ റേഞ്ചിങ്ങും അതുപോലെ ഒരു സിമ്പിൾ മെത്തേഡ് തന്നെയാണ് ഇത്. ഇതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്നൊരു ടൂൾ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. ക്വിക്ക് സെലക്ഷൻ ടൂൾ എല്ലാവർക്കും അറിയാമല്ലോ. ക്വിക്ക് സെലക്ഷൻ ടൂൾ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ വേണ്ട ഭാഗത്തൊക്കെ ഒന്ന് കഴ്സർ വെച്ച് സെലക്ഷൻ ചെയ്യുന്നു. പണി കഴിഞ്ഞു, സെലക്ഷനായി. ക്വിക്ക് സെലക്ഷൻ ടൂൾ ഭയങ്കര ഡിറ്റക്ഷനാണ്. പെട്ടെന്ന് തന്നെ അത് എവിടെയൊക്കെയെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെലക്ഷൻ ചെയ്ത് കിട്ടും. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ക്വിക്ക് സെലക്ഷൻ ടൂൾ ഇട്ടിട്ട് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഞാൻ സെലക്ഷൻ ചെയ്തപ്പോൾ താഴെ സ്റ്റാക്കിട്ട് നമുക്കൊന്ന് തിരിച്ച് റിട്ടേൺ വലിച്ചാൽ മതി. ഇത് ഇവിടെയുണ്ട്, ഇവിടെ മൈനസ് സ്റ്റാക്കിട്ട് ഒന്ന് തിരിച്ചൊന്ന് റിട്ടേൺ കയറ്റി ചെയ്യാൻ മതി. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്ക് സെലക്ഷനായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സ് തന്നെയാണ് മാസ്കിങ്. സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് തന്നെ മാസ്കിങ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തു, ഹ്യൂ ഓർ സാച്ചുറേഷൻ എടുത്തു. ഇതിവിടെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്താൽ പെട്ടെന്ന് എന്ത് പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് താഴെയും മുകളിലുള്ള ബാക്ക്ഗ്രൗണ്ടും നമ്മൾ സെലക്റ്റഡ് ഒബ്ജക്റ്റും ഒരുമിച്ച് കളർ ചേഞ്ച് ആവും. അതിന് മുമ്പേ എന്ത് ചെയ്യുക, നമ്മൾ മാസ്ക് ചെയ്ത ആ ഒരു ലെയർ ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിൽ ഹ്യൂ ഓർ സാച്ചുറേഷൻ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ജോയിൻ ചെയ്യാനുള്ളൊരു റിക്വസ്റ്റാണ് വരുന്നത്, റീപ്ലേസ് ലെയർ മാസ്ക് എസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനി കളർ ചേഞ്ച് ചെയ്യുമ്പോൾ സെലക്റ്റഡ് ഏരിയ മാത്രം നമുക്ക് നല്ല രീതിയിൽ മാറ്റാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കണ്ടു കാണും, നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പണി കഴിഞ്ഞു. അത്ര തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഏതൊരു പിക്ചറിൻ്റെയും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ചെയ്ത ഈ ടൂളുകളുടെയൊക്കെ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഡീറ്റെയിലിംഗ് ഒട്ടും നഷ്ടപ്പെടാതെ തന്നെയാണ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഈ 3 മെത്തേഡും നിങ്ങൾ വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രീ ഇമേജസുകൾ, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫ്രീ ഇമേജസുകൾ നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ സൈറ്റൊക്കെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ആ വീഡിയോയിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പുതിയൊരു വീഡിയോ ഇട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.